മുട്ടിൽ പഞ്ചായത്തിലെ കുമ്പളാട് ആദിവാസി ഉന്നതിയാണ്. ഇവിടെ വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. വീടുകൾക്ക് ചുറ്റും വെള്ളം ഒഴുകുകയാണ്. വീടിനകത്തേക്കും കയറാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പറളിക്കുന്ന സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഈ ഉന്നതിയിലെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇതുവരെ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 3 എണ്ണം സുൽത്താൻ ബത്തേരി താലൂക്കിലാണ്. മുട്ടിൽ പഞ്ചായത്തിലെ കുമ്പളാട് ഉന്നതിയിലെ ാണ് ഈ പറളിക്കുന്ന സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അതിലുണ്ടായ ഒരു അപാകതയാണ് ഇവരുടെ ഉന്നതിയിൽ വെള്ളം കയറാനുള്ള കാരണം എന്ന് പറയുന്നു. ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം വന്നില്ലേ? കഴിഞ്ഞ കൊല്ലം വന്നു. എന്തപ്പോ ഓരോ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഓടി വരേണ്ട സ്ഥിതിയാണ്. കഴിഞ്ഞ കൊല്ലവും നിങ്ങളോട് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു തരാന്ന് പറഞ്ഞതല്ലായിരുന്നു? ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളെയും കൂട്ടി വരുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് വരാൻ. പിന്നെ വയസ്സായ ആൾക്കാരുണ്ട്, പിന്നെ ഇതുപോലെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടുവരൽ ബുദ്ധിമുട്ടല്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ വർഷവും ചെയ്തില്ല, ഈ വർഷവും ചെയ്തില്ല, അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ തന്നെ നിങ്ങളെ ഉന്നതിയിൽ വന്ന് സംസാരിച്ചതല്ലേ? അപ്പോൾ പറഞ്ഞത് ഈ വർഷം കൂടിയേ ഉള്ളൂ ആ പരിഹാരം ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞിട്ട് പറഞ്ഞവര്, എന്നിട്ട് ഉണ്ടാക്കില്ല. അപ്പം ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടാണ് വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആരും ഇറങ്ങില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കച്ചറ കൂടി പിന്നെ എല്ലാം തീരുമാനിച്ച് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചാറുമാരെല്ലാം വന്നു. അങ്ങനെ ഞങ്ങളിവിടേക്ക് ഇറക്കിക്കൊണ്ടുവന്ന്. എന്താ ശരിക്കും അവിടെ പറ്റിയത്? ഈ വെള്ളം മുമ്പൊന്നും കയറലില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ അങ്ങനെ കയറുന്നത്? അവർ പാടസമിതി അവർ റോഡ് ഉണ്ടാക്കി. അവർ ഇത് ഇക്കാലം വരെ ഇല്ലാത്തൊരു റോഡാണ് അവരുണ്ടാക്കി തീർത്ത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മഴ പെയ്ത് അന്നേരം വെള്ളം കയറി. മണ്ടില്ല, ഒരു ചെറിയൊരു കനാൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. റോഡ് നിർമ്മിച്ചതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട്. ഈ റോഡിന് മണ്ണിട്ടത് കാരണം കൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്യാമ്പേ ഇവിടെ വരുന്നുള്ളൂ. ഇപ്പൊ മിനിറ്റിന് ഞങ്ങൾ ഇവിടെ കോടി വരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പാടശേഖരത്തിൽ ഒരു റോഡ് ഉണ്ടാക്കിയതിനെ തുടർന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് ആണ് ഈ ഉന്നതിയിൽ ഇത്തരത്തിൽ വെള്ളം കയറാനുള്ള കാരണം. അത് കഴിഞ്ഞ 2 വർഷമായി ഇങ്ങനെ തുടർച്ചയായി ചെറിയ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നു. ഈ മഴക്കാലത്തിന് മുൻപ് പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകിയതാണ്, പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.